സദ്വിശരണം. അപ്പൊ നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഉത്തമ ഭക്തരായ ആൾക്കാർക്ക് ഈ ശ്രീകുട്ടി ആൻഡ് ശ്രീമതി ആന്റി അവരുടെ വീഡിയോകൾ കണ്ടിട്ട്, കാരണം വേറൊന്നുമല്ല, സത്യത്തെ വളച്ചൊടിച്ച് അസത്യത്തെ സത്യമാക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ ഈ പ്രവർത്തനത്തെ കണ്ടിട്ട് ഗുരുവിന്റെ ഉത്തമ വിശ്വാസിയായവരാണ് എനിക്കൊരു വോയിസ് അയച്ചത്. അതിന് ആധാരം എന്ന് പറയുന്നത് അവരുടെ തമ്പനയിൽ എന്ന് പറഞ്ഞ ശിഷ്യപൂജിതയുടെ ഉദ്ദേശം എന്താണ്, ശിഷ്യപൂജിത ആരാണ്, 107ാമത്തെ വീഡിയോ ആണ് അവർക്ക്. അറിയാത്തവർക്ക് അത് പോയി നോക്കാം. ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഭാര്യയും ഭർത്താവും വന്നിരുന്നിട്ട് അവർ പറയുന്നതാണ്, അവർ വിളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശിഷ്യപൂജ എന്ന് പറയുന്നവരെ ക്രിമിനൽ ആക്ടിവിറ്റിനെയും ഗുരുരത്നെയൊക്കെ നന്നായിട്ട് വിളിപ്പിക്കുന്നുണ്ട്, തേച്ച് സോപ്പൊക്കെ ഇട്ട്. പക്ഷെ യാഥാർത്ഥ്യം അതൊന്നുമല്ല. അതിന്റെ എവിഡൻസുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. ഇവർ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉള്ള കാര്യങ്ങൾക്കൊന്നും മറുപടി പറയത്തില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. എന്താ പറയുക, ആത്മീയതയുടെ മറവിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ശിഷ്യപൂജിത ബ്രഹ്മപ്രകാശത്തിൽ അതീവ സത്യപ്രകാശത്തിൽ പോയി തൊട്ടിട്ട് വന്നാണ്. എല്ലാ കളവും ചതിയും വഞ്ചനയും കുടിലതയും എന്താ പറയുക, ആൾക്കാരെ ഇല്ലായ്മ ചെയ്തതും മരുന്ന് കൊടുപ്പും എല്ലാം ഉള്ള വ്യക്തിയാണ് ഈ പറയുന്നത്. എല്ലാം ഉള്ള വ്യക്തികളെ കുറിച്ചാണ് ഈ വിളിപ്പിക്കുന്നത്. ഇവർക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൽ. അത് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വേറെ കാര്യമുണ്ട്. ഇവരുടെ ആ ഒരു നന്മയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശിഷ്യപൂജിത ഇത് ചെയ്തത്. അത് വേറെ സത്യം. മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെ 107ാമത്തെ വീഡിയോയിൽ ശിഷ്യപൂജിത എന്ന് പറയുന്ന അമൃതാജിനെ ഇങ്ങനെ വിളിപ്പിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അതൊന്ന് കേട്ടിട്ട് നമ്മുടെ ഗുരുവിന്റെ ബ്രഹ്മശ്രീ കരുണാകരന്റെ ഉത്തമ ഭക്തനായ ഒരാൾക്ക് അദ്ദേഹത്തിന് സൈ കേട്ടിട്ട് അദ്ദേഹം ഒരു വോയിസ് 2 വാക്ക് പറഞ്ഞത് ഞാനിവിടെ ഇടാം. അതിനു മുമ്പ് ഇവരുടെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേൾക്കണം ആദ്യം. ഞാൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് എന്തോ നിന്റെ സ്വഭാവം കണ്ട നീ ഇളകുന്ന കണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വെറും ഈ സൈക്കോളജിക്കലായിട്ട് എന്നോട് കളിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മുടെ ആശ്രമത്തെ കുറിച്ച് നോക്കുമ്പോൾ ഗുരു ശരീരത്തിൽ ഇരുന്ന കാലത്തെ ഒരു ആശ്രമത്തിന്റെ രീതിയിൽ നിന്ന് ഇന്നത്തെ ആശ്രമത്തിന്റെ രീതി നോക്കുമ്പോൾ ഒരുപാട് കുറെ വ്യത്യാസങ്ങൾ, ഒരുപാടല്ല പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചു. അവന്റെ പ്രവൃത്തികളിൽ നല്ല അവനവന്റെ ജീവിതത്തിൽ അവനവന്റെ സത്യത്തിൽ പ്രവർത്തിച്ചു പോകാം. അവനവന്റെ എല്ലാ ആഗ്രഹങ്ങളും, അതാണ് ശിഷ്യപൂജത്തില്ലാത്തത്. സത്യസന്ധത, ആത്മാർത്ഥത ഇല്ല, കുടിലതയും എല്ലാം ഉണ്ട്. ഗുരുമാർഗത്തിന് വിരുദ്ധമായി അഹന്താസം. അപ്പൊ ഇപ്പൊ ഈ ശിഷ്യപൂജയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശിഷ്യപൂജിത ആരാണെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. പഠിച്ചാണ്, നമ്മൾ നന്നായിട്ട് പഠിച്ചാണ്. നമ്മുടെ ശിഷ്യപൂജയെ സംശയിച്ചാൽ വെറുതെ സംശയിക്കണല്ല, എവിഡൻസ് വിത്ത് എവിഡൻസ്. പഴയ സന്യാസി സ്വഭാവത്തിലുള്ള വ്യക്തികൾക്ക് ഇപ്പൊ ശിഷ്യപൂജിതയെ ഗുരുസ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവര് ഗുരുസ്ഥാനത്ത് കണ്ടേ പറ്റും. അതെങ്ങനെയാ കാണാന്ന് വെച്ചാൽ ബ്രഹ്മശ്രീ കരുണാകരനെ വിശ്വസിച്ച് വന്നവർ ഇവരെ പറഞ്ഞ പോണെന്തിനാണ്? പറ്റും. ആ പ്രകാശത്തെ അവർ കാണണം. കണ്ട് അവര് നമസ്കരിച്ച് അവരുടെ തോൽവി അതാണ് അവരെ ജയം. വ്യാമോഹമാണ് മോനെ, വ്യാമോഹമാണ് മോനെ, വ്യാമോഹമാണ്. ഈ ശ്രീകുട്ടിക്കുള്ള വ്യാമോഹമാണ് ഈ പറഞ്ഞു തീർക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഉത്തമനായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഇവരുടെ വാക്കുകൾ കേട്ടിട്ട് ഉത്തമനായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഒരു ഭക്തൻ ഇട്ടേക്കണ ആ വോയിസ് ഞാനിവിടെ അതൊന്ന് കേൾക്കുക. 2 വാക്കേ ഉള്ളു. അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് ആത്മരോഷം അങ്ങനെ പ്രകടിപ്പിക്കണം അദ്ദേഹം. മനസ്സിലായോ? സദ്ഗുരുവേ ശരണം. ഈ വീഡിയോയ്ക്ക് വിശദീകരണം കൊടുക്കുന്ന ആൾ ഒരിക്കലും അതിന് യോഗ്യനല്ല. അങ്ങനെയുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറി ശാന്തിഗിരി പരമ്പര. എല്ലാവരെയും പറയാനൊക്കത്തില്ല. പിന്നെ ഗുരുവിശ്വാസികളായിട്ടുള്ളവർ ഇവരെ അംഗീകരിക്കത്തില്ല. ഗുരുസ്ഥാനിയെ എന്ന് സ്വയം നാമകരണം ചെയ്ത് കുത്തിയിരിക്കുന്ന അവർ എന്തിനാണ് മാസ്ക് ഇട്ടിരിക്കുന്നത്? കൊറോണയെ പേടിയാണോ ഗുരുവിന് കൊറോണയെ പേടിയാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ നടുവിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് ഗുരുവിശ്വാസികളായ ഞങ്ങൾക്ക് ഗുരു ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച മക്കളാണ് ഞങ്ങൾ ഗുരുവിൻ്റെ ആലയം നശിപ്പിക്കുന്നവർക്ക് കൂട്ടുനിൽക്കത്തില്ല. എൻ്റെ ഗുരുവിൻ്റെ ആലയം അവർ മലീമസമാക്കി അത് ശാന്തിഗിരി വിശ്വാസിയെയും ഗുരുവിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭക്തനും എന്ന നിലയിൽ എനിക്ക് ഇതൊന്നും അംഗീകരിക്കാനേ പറ്റില്ല. സദ്ഗുരുവേ ശരണം.